ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മൈ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് മണി. ഒരു 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. ഈ ഒരു 3 കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തുടക്കത്തിൽ ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. ലൈഫ് ജേർണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫുൾ ഓഫ് ലെസൺസ്, റൈറ്റ്? അപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ പൈസേനെ പറ്റിയിട്ട് പഠിച്ച ഒരു 3 കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. റെഡിയാണ്? ഞാനും പൈസയും തമ്മിലൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിൽ പൈസ വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ വളരെ വലിയൊരു പിശുക്കിയായിരുന്നു. ഞാനിങ്ങനെ 5 പൈസ ഞാൻ ചിലവാക്കൂല. ചുറ്റുള്ളവർ പറയും, ഓ വളരെ ഒരു പിശുക്ക്. അപ്പൊ കുറെ കാലം ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. പൈസ കിട്ടി തുടങ്ങി കുറെ കാലം എന്താ ഇതിങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുക, കൂട്ടിക്കൂട്ടി ഒരു കൂമ്പാരം വെക്കുക, കൂട്ടുക, ഇൻവെസ്റ്റ് ചെയ്യുക, പൈസ അങ്ങോട്ട് വളർത്തുക. ഇതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് എയിം. പക്ഷേ ഇവൻച്വലി ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറയുന്നത്, ഈ പൈസ എന്ന് പറയുന്നൊരു എനർജിയാണ്. ഇതിങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതൊരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ നിൽക്കും. നമ്മളത് സ്പെൻഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പൈസ നമ്മുടെ അടുത്തേക്ക് എത്തുക. അപ്പം എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഞാനത് സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ പൈസ കിട്ടുന്നു. അപ്പോൾ സ്പെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണുടച്ച് സ്പെൻഡ് ചെയ്യുന്നതെന്നല്ല, അല്ലെങ്കിൽ എനിക്കൊരു എക്സ്ട്രാ വേരിങ് ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുക എന്നല്ല. വെൻ ഐ സ്റ്റാർട്ട് സ്പെൻഡിങ് കോൺഷ്യസ്ലി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പൈസ വരും. എന്താണ് കോൺഷ്യസ്ലി സ്പെൻഡ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ, പണ്ടത്തെ ഒരു മൈൻഡ് സെറ്റ് എൻ്റെത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ, ഇതിന് ഭയങ്കര പൈസ ഇത് വേണ്ടപ്പാ. ഇപ്പോൾ എവിടെ ഹോട്ടലിൽ പോയി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഡിഷ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഭയങ്കര പൈസ, ഇത് വേണ്ട, ഈ പൈസ കുറഞ്ഞ ഡിഷ് നോക്കാം. എന്തെങ്കിലും വാങ്ങാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ, ഇത് വേണ്ട, ഇതിന് ഭയങ്കര പൈസ, ഇതൊന്നുമില്ല, ഇത്രയും പൈസ കളയാനാവൂല. അതാണ് മെയിൻ. പക്ഷെ നേരെ മറിച്ച് ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണോ വേണ്ടയോ, അതായത് ഒരു കോൺഷ്യസ് ഡിസിഷനാണ് ഞാൻ അവിടെ എടുക്കുന്നത്. ഇത് എനിക്ക് ലൈഫിൽ എന്തെങ്കിലും വാല്യൂ അഡീഷൻ ഉണ്ടോ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ? കൊള്ളാം, എന്നാൽ പിന്നെ ഇത് വാങ്ങാം. ഇനി അഥവാ വേണമെങ്കിൽ വേണ്ട. ഇനി ഒരു സാധനം വേണമെന്നുണ്ട്, പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് അത് വാങ്ങാനുള്ള പൈസ ഇല്ലെങ്കിൽ അത് ഞാൻ കൂട്ടിയിട്ടാണ് ഇത് വേണം, ഇതിനുള്ള പൈസ ശേഖരിച്ചിട്ട് ഇത് വാങ്ങാം. ആ ഒരു പ്ലാൻ ചെയ്തത് വാങ്ങാം. അല്ലാണ്ട് ഇത് ഭയങ്കര പൈസ, ഇത് വേണ്ട, എനിക്ക് ലൈഫിൽ ഇത് വേണ്ട. ആ ഒരു മൈൻഡ് സെറ്റ് മാറി. നേരെ മറിച്ച് സ്പെൻഡിങ് കുറച്ചും കൂടി കോൺഷ്യസ്ലി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി തന്നെ വലിയ കാര്യം. അത് കോൺഷ്യസ്ലി സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഓരോ സാധനം കാണുമ്പോൾ തന്നെ ഇത് വേണ്ടാന്ന് പറയുന്നത് ചിന്തിച്ച് റാഷണലി ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് ഇത് വേണോ വേണ്ടെന്നുള്ള ഒരു തീരുമാനം എടുത്ത് വാങ്ങാൻ തുടങ്ങി. സോ ഈ ഒരു കാര്യം ഒരു അബൻഡൻസ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഇല്ല പാട്ട് അങ്ങോട്ട് നിർത്തി. അതായത് ഇത് വേണ്ടപ്പോൾ ഇതിന് ഭയങ്കര പൈസയോ ആ പറച്ചിലങ്ങോട്ട് നിർത്തി. വേണമെന്നുണ്ടെങ്കിൽ വാങ്ങണം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തി. സോ പറഞ്ഞു വരുന്നത്, നമ്മളിൽ പലരും ഭയങ്കര പിശുക്കുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ പിശുക്കിട്ട് ഒരു കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ പൈസ അങ്ങോട്ട് നിൽക്കും. ലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും. കുറച്ചങ്ങോട്ട് സ്പെൻഡ് ചെയ്യും, കോൺഷ്യസ്ലി സ്പെൻഡ് ചെയ്യും. യു ക്യാൻ സീ ദ മാജിക്. മണി ഈസ് എ എനർജി ഫ്ലോ. ഇറ്റ് സ്റ്റാർട്ട്സ് കമ്മിങ് വെൻ യു സ്റ്റാർട്ട് സ്പെൻഡിങ് കോൺഷ്യസ്ലി. അത് എൻ്റെ ലൈഫിലൊരു വലിയ ബിഗ്ഗസ്റ്റ് ലെസൺ ആണ്. എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇഫ് യു കുഡ് റിലേറ്റ് ഇറ്റ്, പ്ലീസ് കമന്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തു മണിയായിട്ട്. അത് എൻ്റെ മണിയായിട്ട് റിലേഷൻഷിപ്പിലെ വലിയൊരു ചേഞ്ച് ആയിരുന്നു. അത് ഭയങ്കരമായിട്ട് കൂടുതൽ പൈസ വരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ചെറുപ്പത്തിലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, റിച്ച് പീപ്പിൾ ആർ ഗ്രീഡി, അല്ലെങ്കിൽ മണി ഈസ് ഏബിൾ. പൈസ അധികമായി കഴിഞ്ഞ പ്രശ്നമാണ് അല്ലേ? ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിലേ അപ്പുറത്തെ ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് പറയുന്നത് ഓരോ പൈസേൻ്റെ അഹങ്കാരമാണോ, കൂടുതൽ പൈസ ആയിട്ട് ഓരോ ആൾ മാറി. അപ്പം കൂടുതൽ പൈസ എന്തോ ഒരു നെഗറ്റിവിറ്റിയാണ് നമുക്ക് കൊണ്ടുതരുന്നത് എന്നൊരു മൈൻഡ് സെറ്റാണ് നമുക്ക് വരും. ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അത്രയും പൈസ വേണ്ടപ്പാ, എത്രയും പൈസ ആയി കഴിഞ്ഞാൽ ഇത്ര എനിക്ക് എനിക്കിപ്പോൾ ഉള്ളത് മതി. അപ്പൊ ഉള്ളത് മതി എന്നുണ്ടെങ്കിൽ അത് മതി, അത്രേ ഉള്ളൂ, അത്രേ കിട്ടുള്ളൂ, കൂടുതൽ വരില്ല. നമ്മളെ പറ്റിയിട്ട് ഒരു ലിമിറ്റ് ആയിട്ടുള്ള ഒരു തോട്ട് ഉണ്ടാവരുത്. അപ്പുറത്തെ ആളെ പറ്റിയിട്ടും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. അതായത് ഓരോ പൈസന്റെ അഹങ്കാരമാണ്. അപ്പോൾ പൈസ നമ്മുടെ അടുത്തേക്ക് വരില്ല. എന്തേ നമുക്ക് അഹങ്കാരം ഒന്നും ആവണ്ടല്ലോ, നല്ലവനായിട്ട് ഇരിക്കലേ വേണ്ടത്. പൈസ അവിടെ വരുന്ന നിൽക്കും. അപ്പം നമ്മൾ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് പൈസ വരുന്നത് കൊണ്ട് എനിക്ക് ദോഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊരു മൈൻഡ് സെറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. പുറത്തോനെ കുറച്ച് പൈസ കൂടുമ്പോഴത്തേക്കും കുറ്റം പറയുന്നത് നമ്മളങ്ങോട്ട് നിർത്തുക. അതായത് പൈസ കൊണ്ട് മോശമായി. അപ്പോൾ പൈസ നമ്മളത്തേക്കില്ല, പൈസക്ക് ചൊടി വരൂലേ, ദേഷ്യം വരൂലേ? പൈസ നല്ലതോ മോശമോ എന്നല്ല, പൈസ ഈസ് എ ടൂൾ അല്ലേ? നമ്മളുടെ ക്യാരക്ടർ എത്രമാത്രം പൈസ കയ്യിലുണ്ട് കയ്യിലില്ല എന്നൊരു ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഉള്ളത്. ഇപ്പം ഞാൻ തന്നെ ആ ബിലീഫ് സിസ്റ്റം മാറ്റി. എൻ്റെ അടുത്ത് പൈസ വന്നോട്ടെ, ഐ ആം നോട്ട് ഗോയിങ് ടു ചേഞ്ച്, മൈ ക്യാരക്ടർ വിൽ നോട്ട് ചേഞ്ച്. ഞാൻ എന്ന വ്യക്തി ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ പൈസ ഐ ഷുഡ് വെൽക്കം മണി, റൈറ്റ്? ആൻഡ് വലിയ പൈസക്കാരെ കാണുമ്പോൾ ഒരിക്കലും വലിയ അഹങ്കാരം, അവർക്ക് എന്തോ ആവാം, എന്തിനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പൈസ നമ്മുടെ അടുത്തേക്ക് വരൂല. അപ്പം വലിയ ഫിലാന്ത്രോപ്പിസ്റ്റ് എല്ലാം പൈസക്കാരല്ലേ? അവരൊക്കെ പൈസ ഇല്ലാത്ത ആൾക്കാരാണോ? നമ്മൾക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു കുറ്റബോധം അങ്ങനെ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ വന്നോട്ടെ, ഡോണ്ട് ഫീൽ ഗിൽറ്റി അബൌട്ട് ഇറ്റ്.
ആക്ച്വലി വെൻ ഐ സ്റ്റോപ്പ് ബീങ് ഗിൽറ്റി അബൌട്ട് വാണ്ടിങ് മോർ, ദാറ്റ്സ് വെൻ മോർ ഓപ്പർച്യൂണിറ്റി ഓപ്പൺ അപ്പ്. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും. അപ്പം കൂടുതൽ കിട്ടുന്നതിൽ കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. പൈസ നിങ്ങൾ വെൽക്കം ചെയ്യുക. സോ ഹാവ് ദാറ്റ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് വിത്ത് മണി. ഇനി മൂന്നാമത്തത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇതൊരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ വലിയൊരു സ്റ്റാർ ഹോട്ടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മലയാളീസിൻ്റെ ചിന്ത എന്താണ്? ഇതെല്ലാം വലിയ പൈസക്കരുത്, ഇത് നമുക്ക് വെക്കാനാവില്ല അല്ലേ? അപ്പം നമ്മൾ യൂണിവേഴ്സിനോട് പറയാണ് ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ്, എനിക്ക് ഞാനിത് ഡിസേർവ് ചെയ്യുന്നില്ല, അപ്പോൾ എനിക്ക് തരല്ലേ എന്ന് പറയാണ്. യൂണിവേഴ്സിന് ചിലപ്പോൾ തരണമെന്നുണ്ടാവും, പക്ഷെ നമ്മൾ പറയാണ് ഇതൊന്നും വേണ്ട, ഇതെല്ലാം വലിയ പൈസക്കാർ എനിക്ക് പറഞ്ഞതല്ല. പിന്നെ എങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റും അല്ലേ? എക്സ്പെൻസീവ് തിങ്സ് കാണുമ്പോൾ രണ്ട് തരം ആൾക്കാരുണ്ടാവും. ഒന്ന് ഇത് കാണുമ്പോൾ ഇത് എനിക്ക് പറ്റിയതല്ല. രണ്ടാമത്തെ ആൾക്കാർ ഏതാ, ഇത് കൊള്ളാലോ, ഇത് എനിക്കൊരു ദിവസം ഇത് വേണം. ഞാൻ ആ രണ്ടാമത്തെ കാറ്റഗറി ആയിരുന്നു ചെറുപ്പത്തില്. ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ അമ്മ പറയും നീ വലിയ രാജകുമാരി അല്ലേ? ഞാൻ പറയാം ഞാൻ രാജകുമാരിയാണ്. ഞാൻ നിങ്ങളെ രാജകുമാരി ആവില്ലായിരിക്കും, പക്ഷെ ഞാൻ ദൈവത്തിന്റെ രാജകുമാരിയാണ്. ഐ എം ഗോഡ്സ് ഫേവറേറ്റ് ചൈൽഡ്. സോ ഗോഡ് വിൽ പ്രൊവൈഡ് മീ വാട്ട് എവർ ഐ ആസ്ക് ഫോർ. അപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നതിൽ പിശുക്ക് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് വലിയ വലിയ സ്വപ്നങ്ങളാണ്. ഞാൻ എന്തായാലും സ്വപ്നം കാണും, പൈസ നോക്കണ്ടല്ലോ സ്വപ്നം കാണാൻ. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് തന്നെ എല്ലാം അനുഭവിക്കാനാണ്, എല്ലാ സുഖങ്ങളും അനുഭവിക്കാനാണ് ദൈവം നമ്മളെ ജനിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ഹാപ്പിനെസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, നമ്മൾ അബൻഡൻസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, എല്ലാ നല്ല കാര്യങ്ങളും. നമ്മളൊരിക്കലും ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നും ഞാൻ ഡിസേർവ് ചെയ്യുന്നതിനെ ചിന്തിക്കരുത്. വേറെ മെനി പീപ്പിൾ അവരങ്ങനെ നാളെ ചിന്തിക്കുക തന്നെയില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഡ്രീം വീക്ക് എന്ന് പറഞ്ഞാൽ പോലും അവർ വട്ടാണ് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ കാര്യങ്ങൾ ചിന്തിക്കും. പിന്നെ ഇതൊക്കെ എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും? അറ്റ്ലീസ്റ്റ് ഡ്രീം ബിഗ്. നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, അറ്റ്ലീസ്റ്റ് ഡ്രീം അങ്ങനെ ചെയ്തോടെ. ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അത് ഞാൻ ചെറുപ്പത്തിലേ അങ്ങനെയായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലേ അങ്ങനെ ആയതുകൊണ്ട് ചെറുപ്പത്തിൽ സ്വപ്നങ്ങളുടെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിന് ഭയങ്കര വിശ്വാസമാണ്. നമ്മൾ സ്വപ്നം കാണണം എന്നതിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എന്താ വെച്ചാൽ നമ്മൾ സ്വപ്നം കണ്ട് പണിയെടുക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ വർക്ക് ചെയ്യണം, ബട്ട് ഫസ്റ്റ് നമുക്ക് ഡ്രീം വേണ്ടേ? നമ്മളുടെ ആഗ്രഹങ്ങളൊന്നും ഇത് വലിയ ആഗ്രഹമായി പോയി എന്ന് വിചാരിച്ചിട്ട് ചുരുക്കാൻ പാടില്ല. ആഗ്രഹങ്ങൾ ഉണ്ടാവണം. ആഗ്രഹങ്ങൾ ബിക്കോസ് വി ഡിസേർവ് ഇറ്റ്. എല്ലാ ആഗ്രഹങ്ങളും. ഇപ്പോൾ നമ്മൾ ഓഫീസിൽ നമ്മളൊരു പ്രൊമോഷന് ചോദിക്കണം നമുക്ക് തോന്നുകയാണ്, പക്ഷെ നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ഉള്ള പൈസ തന്നെ അധികമാണ്, ഇപ്പോൾ ഉള്ള സാലറി ഓക്കെയാണ്, ഇതൊക്കെ മതി. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? യു ആർ തിങ്കിങ് യു ഡോണ്ട് ഡിസേർവ് ഇറ്റ്, ബട്ട് യു ഡിസേർവ് ഇറ്റ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഒരു ഫ്രണ്ട് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല, നന്നായി ട്രീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പാർട്ട്ണർ നന്നായി ട്രീറ്റ് ചെയ്യുന്നില്ല, നിങ്ങളൊന്നും ക്വസ്റ്റ്യനേ ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? യു ആർ തിങ്കിങ് ഐ ഡിസേർവ് ഓൺലി ദിസ്. ഇതൊക്കെ സ്നേഹമൊക്കെ ഞാൻ ഡിസേർവ് ചെയ്യുന്നുള്ളൂ. ആര് പറഞ്ഞു? ഡിസേർവ് ഇറ്റ്. നമ്മൾ വർത്തിയാണെന്ന് തോന്നണം, ആർക്ക് തോന്നണം? നമ്മൾക്ക് തോന്നണം. ആൻഡ് ദ വേൾഡ് റിവാർഡ്സ് ദോസ് ഹു ബിലീവ് ദേ ആർ വർത്തി. അപ്പം ഇന്ന് തൊട്ട് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഇതൊന്നും എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇതൊന്നും എന്നെ കൊണ്ട് വാങ്ങാൻ പറ്റില്ല, ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള മൈൻഡ് സെറ്റ് അങ്ങോട്ട് ഒഴിവാക്കുക. പൈസ സംബന്ധിച്ചിട്ടുള്ള കാര്യം, എസ്പെഷ്യലി പൈസ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഐ ക്യാൻ ബൈ ഇറ്റ്, വൺ ഡേ ഐ വിൽ ബൈ ഇറ്റ്, വൺ ഡേ ഐ വിൽ ഡു ഇറ്റ്. ആ മൈൻഡ് സെറ്റിലേക്ക് എത്തുക. ആൻഡ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. യു ക്യാൻ സീ മാജിക് വിൽ ഹാപ്പൻ. എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ അത് തരും. സോ നമ്മൾ ആ വിശ്വാസത്തോടെ സ്വപ്നങ്ങൾ കാണുക, ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഈ ഒരു 3 മൈൻഡ് സെറ്റ് എൻ്റെ ലൈഫിൽ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത കാര്യമാണ്. അപ്പം ഇത് പൈസ കൂടുതൽ നമ്മളിലേക്ക് എത്താൻ നമ്മൾ ഈ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യും. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൻ്റെ ചാപ്റ്റർ 10 പറ്റിയാണ് നിങ്ങൾ വായിക്കണം. പൈസനെ പറ്റി പറയുന്നൊരു കാര്യമാണ്. അതിൽ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞാലും ഇടിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളുടെ മൈൻഡിൽ നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ ബിലീവ് ചെയ്യണം എൻ്റെ പോർട്ട്ഫോളിയോ എന്തായാലും പറക്കും എന്ന് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ അത് പറന്നിരിക്കും. അത് മാർക്കറ്റ് ഇടിഞ്ഞാലും ഇടിഞ്ഞിട്ടില്ലെങ്കിൽ. സോ മൈൻഡ് ആണ് നമ്മുടെ ആ ഒരു പവർ. ആ പവറിനെ തകർക്കാൻ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് പോലും പറ്റില്ല എന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. സോ റീഡ് ദാറ്റ് ചാപ്റ്റർ 10 അബൌട്ട് മണി. ഓക്കെ, ആൻഡ് ചേഞ്ച് ദ മൈൻഡ് സെറ്റ് ആൻഡ് യു കൻ സീ മാജിക്. ഓൾറൈറ്റ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.